നമ്മുടെ ശരീരത്തിലെ ഭൂരിഭാഗം അവയവങ്ങളെയും ഭയപ്പെടുത്തുന്ന ക്യാൻസർ എന്തുകൊണ്ട് ഹൃദയത്തെ മാത്രം അത്ര എളുപ്പത്തിൽ ബാധിക്കുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ക്യാൻസർ സാധ്യത ഏറ്റവും കുറഞ്ഞ അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം എന്ന യാഥാർത്ഥ്യം പലർക്കും ഇപ്പോഴും അറിയില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ ഒരു സുരക്ഷിതത്വത്തിന് പിന്നിൽ തികച്ചും ശാസ്ത്രീയമായ ഒരു ജൈവിക കാരണമുണ്ട്. മനുഷ്യ ശരീരത്തിലെ മറ്റു കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൃദയപേശികളിലെ കോശങ്ങൾ വളരെ കുറച്ചു മാത്രമേ വിഭജിക്കപ്പെടുന്നുള്ളൂ. സാധാരണയായി കോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജനവും അതിലുണ്ടാകുന്ന മ്യൂട്ടേഷനുകളുമാണ് ക്യാൻസറിനും ട്യൂമറുകൾക്കും കാരണമാകുന്നത്. ഹൃദയകോശങ്ങളിൽ കുറഞ്ഞ അളവിൽ മാത്രം കോശവിഭജനം നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇത്തരം അപകടകരമായ മ്യൂട്ടേഷനുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ട്യൂമർ വികസിക്കാനുള്ള സാധ്യതയും പ്രകൃത്യാ തന്നെ വളരെ കുറവാണ്. സദാസമയവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു അവയവമായതുകൊണ്ട് തന്നെ ഹൃദയത്തിന് ഈ ഒരു സ്വാഭാവിക പ്രതിരോധ ശേഷി ലഭിക്കുന്നു. എന്നാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്ന് കരുതി നമ്മുടെ ഹൃദയം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് വിചാരിക്കരുത്. കാരണം ക്യാൻസർ വന്നില്ലെങ്കിലും ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു പോകുന്ന ഹൃദയാഘാതം പോലുള്ള അവസ്ഥകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായി വർദ്ധിച്ചു വരികയാണ്. നിത്യജീവിതത്തിലെ അനാരോഗ്യവും മോശവുമായ ശീലങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ സ്വാഭാവിക താളത്തെയും ആയുസ്സിനെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പുകവലി, അമിതവണ്ണം, രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, ശരീരത്തിലുണ്ടാകുന്ന വിട്ടുമാറാത്ത വീക്കം അഥവാ ഇൻഫ്ലമേഷൻ എന്നിവയെല്ലാം ഹൃദയത്തെ തകിടം മറിക്കുന്ന പ്രധാന വില്ലന്മാരാണ്. ഇതിനോടൊപ്പം എണ്ണമയമുള്ളതും പ്രോസസ് ചെയ്തതുമായ അനാരോഗ്യകരമായ ഭക്ഷണ രീതി കൂടി ചേരുമ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും അത് ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്നു. ഈ അപകടങ്ങളിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കാൻ വലിയ വിലയുള്ള ഉൽപ്പന്നങ്ങളോ കൃത്രിമ മാർഗങ്ങളോ ഒന്നും ആവശ്യമില്ല. ദിവസവും കൃത്യമായ ശാരീരിക അധ്വാനമോ വ്യായാമമോ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ നാടൻ ഭക്ഷണത്തിലേക്ക് മടങ്ങുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക തുടങ്ങി ലളിതമായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ നമുക്ക് ഹൃദയത്തെ സംരക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അവയവത്തിന്റെ ആരോഗ്യം പൂർണ്ണമായും മനസ്സിലാക്കാനും സംരക്ഷിക്കാനും നമ്മൾ തയ്യാറാകണം. ഈ അറിവ് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ആരോഗ്യത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അവരെയും ബോധവാന്മാരാക്കൂ.